കാസർഗോഡ് നിന്ന് ഷഫീഖ് നസറുള്ള ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീഖ്, ഏത് മണ്ഡലത്തിലാണ്, ഏത് ബൂത്തിലാണ്, എങ്ങനെ പോകുന്നു അവിടെ പോളിംഗ്? കാസർഗോഡ് മണ്ഡലത്തിലെ ചെർക്കള സ്കൂളിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെയും രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോഴും നീണ്ട നിര കാണാം. കാസർഗോഡ് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ ഈ ഉച്ച സമയം ഒഴിച്ചു നിർത്തിയാൽ രാവിലെയും ഇപ്പോൾ ഈ സമയവും നല്ല നീണ്ട നിര തന്നെ ഉണ്ട്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ മണ്ഡലത്തിലായിരുന്നു, കാസർഗോഡ് മണ്ഡലത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നത് ഒരു പ്രത്യേകതയാണ്. UDF നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലം, അവിടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൂടി മത്സരിപ്പിക്കുന്നതോടെ വലിയ ഒരു പ്രചാരണം നടന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്ന മണ്ഡലമാണ് കാസർഗോഡ്. എന്നാൽ ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടാവുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വരാറുള്ളത് സാധാരണ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ മണ്ഡലങ്ങളിലാണ്. ആ മണ്ഡലങ്ങളോടൊപ്പം തന്നെ കാസർഗോഡും പോളിംഗ് ശതമാനം ഉയർത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് കാസർഗോഡ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്തവണ ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത് മഞ്ചേശ്വരത്താണ് എന്നതാണ് ഒരു പ്രത്യേകത. അവിടെ മഞ്ചേശ്വരത്ത് ഇത്ര വലിയ ബഹളം ഉണ്ടായിട്ടും വളരെ കുറവാണ് പോളിംഗ് ശതമാനം എന്ന് കാണുകയാണ്. എന്താണ് ശരിക്കും അതിനുള്ള കാരണം എന്താണ് ഷഫീഖെ? യന്ത്രങ്ങൾ വളരെ സ്ലോ ആണ്. അവിടെ പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണം അവിടെ ആളുകൾ എത്താതിരിക്കുന്നതല്ല, അവിടെ പോളിംഗ് നടക്കുന്നത് വളരെ സ്ലോ ആണ് എന്നാണ് അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടും സമയം കഴിഞ്ഞിട്ടും നീണ്ട നിര ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറ്റു ഭാഗങ്ങളിൽ പോളിംഗ് വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ യന്ത്ര തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും നിരന്തരമായി വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്നു എന്നൊരു ആരോപണം UDF ഉന്നയിച്ചിരുന്നു. ആ അർത്ഥത്തിൽ പോളിംഗിന് ആൾ എത്താത്തതല്ല, അവരുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിൻ്റെ ഒരു സ്ലോ ആയിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതാണ് എന്നാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ 6 മണി കഴിഞ്ഞതിന് ശേഷവും ധാരാളം ആളുകൾ സ്കൂളിൽ വരി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത മഞ്ചേശ്വരത്തുണ്ട്. മറ്റു ഭാഗങ്ങളിൽ ഇപ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നിട്ടുള്ളത്. അവിടെ സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റമുണ്ട് എന്ന് സന്ദീപ് വാര്യറാണ് UDFന്റെ സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ കള്ളവോട്ടിനുള്ള ശ്രമം നടന്നു എന്നൊരു ആരോപണം ഉന്നയിച്ച് സന്ദീപ് വാര്യർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDFന് സ്വാധീനമുള്ള മേഖലകളിൽ തങ്ങളുടെ ബൂത്ത് ഏജന്റുമാരെ മർദ്ദിക്കുന്നു എന്നൊരു ആരോപണവുമായി UDF രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ നായ്ക്കുരണപ്പൊടി വിതറിയ ഒരു വനിതാ പ്രവർത്തകയെ, UDFന്റെ വനിതാ പ്രവർത്തകയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ശരീരമാസകലം ചൊറിച്ചൽ അനുഭവപ്പെടുന്നു എന്നതിനെ തുടർന്നാണ് അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ എത്തിയതിന് പിന്നാലെ തന്നെ അവിടെ പ്രചാരണ സമയത്തും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് വോട്ടെടുപ്പ് മുതൽ ഈ സമയം വരെയും പല ബൂത്തുകളിലും കള്ളവോട്ട് ആരോപണവും അതോടൊപ്പം തന്നെ അവിടെയുള്ള ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചു എന്നതടക്കമുള്ള പരാതികളും ഉയരുന്നുണ്ട്. മറ്റു മേഖലകളിലും ശക്തമായ ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിഷാദ്. ശരി, കാസർഗോഡ് നിന്ന് ഷഫീഖ് നസറുള്ളയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക്. നിലവിൽ സംസ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. നല്ല പോരാട്ടം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഒരു പോളിംഗ് ശതമാനത്തിൽ നിന്ന്. MK ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, പറയൂ, ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ. വിനിഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ നഗരത്തിന് തൊട്ടടുത്ത സനാന മിഷൻ സ്കൂളിലാണ്. ഇവിടെ 2 ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത്. 122, 123 നമ്പറുകൾ ബൂത്ത്. ഈ ബൂത്തിൽ 12 മണി വരെ നല്ല തിരക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും തന്നെ ഈ ബൂത്തിൽ വോട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ 122 നമ്പർ ബൂത്തിൽ 615 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 475 പേരും ഇതിനകം വോട്ട് ചെയ്തു. അത് ശതമാന കണക്കിൽ പരിശോധിച്ചാൽ 77% മുകളിലാണ്. നേരത്തെ ഞാൻ